പോസ്റ്റർ ഒട്ടിച്ചപ്പം അറിഞ്ഞപ്പം നമുക്ക് മനസ്സിലായി ഇവരെ അറിവില്ലായ്മയാണ്. അതായത് സമാധി എന്തെന്നറിയില്ല. അതായത് ഈശ്വരനുമായിട്ട് കണക്ടിവിറ്റി ആവുന്ന ഈ ഒരു അവസരം, ശക്തിയാർന്ന ഊർജം എന്ന് പറയുന്ന ഇവർക്കൊന്നും അറിയത്തില്ല. അറിഞ്ഞുകൂടാത്ത കുറച്ച് അറിവില്ലാത്ത ആൾക്കാരുണ്ട്. ഇത് ഇനി വരുന്ന തലമുറയ്ക്ക് പോലും ഇനി അത് പഠിപ്പിച്ചു കൊടുക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയാണ്. ഹിന്ദു സനാതന ധർമ്മം എന്തെന്നോ അല്ലെങ്കിൽ ഈ എന്താണ് ക്ഷേത്രമെന്നോ, ക്ഷേത്രത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും വിനാശത്തിൽ നിന്നും പ്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രമെന്നും അതിനകത്ത് ശ്രീകോവിൽ കുടികൊള്ളുന്നത് പരമാത്മ ചൈതന്യമാണെന്നും ഇതൊന്നും അറിയത്തില്ല. ഒരു വിഗ്രഹമാണ്, ഈശ്വരനാണെന്നുള്ള ഇന്ന് ഒരു തലമുറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ സനാതന ധർമ്മം പറഞ്ഞു കൊടുക്കുന്നില്ല. അങ്ങനെ പറഞ്ഞു കൊടുക്കാതെ വളർത്തുന്നത് കൊണ്ടാണ് ഇന്ന് സമാധിയെ കുറിച്ചെന്ന് പറഞ്ഞപ്പോൾ അവര് അതിനെ മരണമെന്ന് കണ്ട് അതിനെ ആക്ഷേപിച്ച് ഇതിനെതിരെ വന്നത്. പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞ് ഇവിടെ ഒരുപാട് മീഡിയസും എല്ലാവരും വന്ന് അങ്ങനെ അറിഞ്ഞിട്ട് നമ്മളെ അറിയാവുന്നുള്ള എൻ്റെ അച്ഛനെയും എന്നെയും നമ്മളെ കുടുംബത്തെയൊക്കെ കുറിച്ച് എല്ലാം അറിയാവുന്നുള്ള ഒരുപാട് സംഘടനകളുണ്ടായിരുന്നു. ഒരുപാട് ഹിന്ദു ഐക്യ, VSDP ആൾക്കാർ, എല്ലാവരും, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, എല്ലാവർക്കും നമ്മളെക്കുറിച്ച് തീർച്ചയായിട്ടും എൻ്റെ അച്ഛനെ അറിയാം, നമ്മളെ അറിയാം, എല്ലാവരും അറിയാമെന്നുള്ളവർ ആദ്യം മുതൽക്ക് തന്നെ നമ്മളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും. അത് പിന്നെ ഈ ചടങ്ങ് നടത്തുന്നത് വരെ, ചടങ്ങ് കഴിഞ്ഞ് ഇന്നലെ ഒരുപാട് സമയം കഴിഞ്ഞവർ രാത്രിയായി അവർ ഇവിടുന്ന് ചടങ്ങ് കഴിഞ്ഞ് പോയപ്പോൾ എല്ലാവരും നമ്മളെ കൂടെ തന്നെ ആയിരുന്നു. പിന്നെ ബാക്കി കുറച്ച് ആൾക്കാർ അത് ഇതിനെതിരെ എതിർത്ത് തന്നെയാണ് നിന്നത്. അതുകൊണ്ട് ഈ സമാധി എന്തെന്ന് കുറച്ച് ആൾക്കാർക്ക് അറിയത്തില്ല. ഇത് ഈശ്വരനുമായിട്ട് കണക്ടിവിറ്റി ഉള്ളതാണ്. അത് തൻ്റെ പിന്നെ ഈശ്വരനെ അറിയുവാനുള്ള വഴിയാണ്. തിരിച്ച് ഈശ്വരനിലേക്ക് ലയിക്കുവാനുള്ള, ആ പരബ്രഹ്മമായ ഈ പരമശിവനിലേക്ക് ലയിക്കുവാനുള്ള വഴിയാണ് സമാധി. അത് എൻ്റെ അച്ഛൻ അത് പുത്രധർമ്മം എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അതായത് പുത്രധർമ്മം എന്താണെന്ന് അറിയാന്നുള്ളത് കൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞ വാക്ക് അതുപോലെ കേട്ടാണ് ഞാൻ എൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്തത്. അച്ഛൻ സമാധിയാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെ അച്ഛൻ്റെ ആ 16 വയസ്സ് മുതലുള്ള ഏറ്റവും വലിയ സ്വപ്നമാണ് ഈശ്വരനിൽ ലയിക്കുക, സമാധിയാകുക എന്ന് പറഞ്ഞ. അച്ഛൻ എൻ്റെ അടുത്ത് നേരത്തെ തന്നെ സമാധിയെക്കുറിച്ച്, ചടങ്ങുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സമയം പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അച്ഛാ പറഞ്ഞപ്പം സത്യത്തെ മനസ്സിലാക്കുകയും ആ സന്തോഷം ശരിക്കും അതുകൊണ്ടായി. അല്ലേ, സമാധി എന്ന് പറയുന്ന അവസ്ഥ എനിക്കറിയാം എന്താണെന്നും ആ ഒരു ശക്തി എന്താണെന്നും എനിക്കറിയാം. അത് എനിക്ക് ഭയങ്കര സന്തോഷമായി ആ സമയത്ത്. പിന്നെ എൻ്റെ അച്ഛൻ അവിടെ സമാധി ആ പത്തപീഠത്തിൽ ഇരുന്ന് എന്നെ അനുഗ്രഹിച്ചപ്പോഴുണ്ടായിരുന്ന ആ എനർജിയും ആ ഒരു ഈശ്വരന്റെ ആ ഒരു എൻ്റെ അച്ഛന്റെ അനുഗ്രഹം ഈ നിമിഷവും എനിക്കുണ്ട്. ഇനി അങ്ങോട്ടും എനിക്ക് എൻ്റെ അച്ഛന്റെ അനുഗ്രഹം തീർച്ചയായിട്ടും എനിക്കുണ്ടാകും. അത്രയ്ക്ക് അച്ഛൻ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ഏറ്റവും കൂടുതൽ എന്നെയും എൻ്റെ ചേട്ടനെയും എൻ്റെ എല്ലാം നമ്മളെ കുടുംബത്തിന് എൻ്റെ അച്ഛൻ നമുക്ക്, അതായത് എൻ്റെ അച്ഛൻ എല്ലാവരും പറയും എൻ്റെ അച്ഛൻ മാത്രം കൊള്ളാം, മക്കളയ്യം. പക്ഷെ അച്ഛൻ കൊള്ളാന്നുള്ള മക്കള് അച്ഛൻ എങ്ങനെ വളർത്തിയിരിക്കുമെന്ന് നാട്ടുകാർക്ക് അറിയില്ല. അച്ഛൻ നമുക്ക് ഒരു ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ ഒരു ഫ്രണ്ട്സോ ഒരു വേറെ ഒന്നോ അങ്ങനെയല്ല. അത്രയ്ക്കും നമ്മളെ സ്നേഹിച്ചാണ് എൻ്റെ അച്ഛൻ നമ്മളെ അത്രയും ആദരവും ബഹുമാനവും എല്ലാവരുടെ ഇടയിൽ അത്ര രീതിയിൽ നമ്മളെ അച്ഛൻ സ്നേഹിച്ചിട്ടുണ്ട്. മക്കളെ നല്ലാതെ വേറെ ഒരു നാമം പറഞ്ഞ് വിളിച്ചിട്ടില്ല. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അത്രയ്ക്ക് സ്നേഹവും. അപ്പം അച്ഛൻ എങ്ങനെയാണോ നമ്മളടുത്ത് സ്നേഹവും കാണിച്ച അതേ സ്നേഹം തന്നെയാണ് നമ്മൾ അച്ഛനും അമ്മയ്ക്കും കൊടുത്ത്. മാതാവ്, പിതാവ്, ഗുരു, ദൈവം എന്ന് തന്നെയാണ് ആ പരമമായ സത്യം. അതല്ലാതെ ഈ പ്രപഞ്ചത്തിൽ വേറെ ഒന്നുമില്ല. മാതാപിതാ, ഗുരു, ദൈവം എന്ന് പറയുന്നതെല്ലാം അതാണ്. ശരിക്കും ലോകത്തിന്റെ മാതാപിതാക്കളായവരാണ് പാർവതിയും പരമശിവനും. അതുപോലെ തന്നെ ഈശ്വരന് തുല്യം തന്നെയാണ് മാതാവും പിതാവും. പറയുന്ന ശ്രീരാമന്റെ പിതാവ്, മക്കളെ നീ വനവാസത്തിൽ പോകണം, അത് അച്ഛന്റെ വാക്ക് കേൾക്കണം. അച്ഛന്റെ വാക്കെന്ന് പറഞ്ഞാൽ അതാണ്. അത് പുത്രധർമ്മനാക്കി ശ്രീരാമചന്ദ്രൻ അത് ചെയ്തിരിക്കുന്നു. പുത്രധർമ്മം എനിക്ക് നിറവേറ്റിയല്ലേ പറ്റുള്ളൂ. പേര് ദീനൂർ വേണുഗോപാൽ, NCPയുടെ തിരുവനന്തപുരം ജില്ലയുടെ ജനറൽ സെക്രട്ടറിയാണ്. പിന്നെ പാലക്കാപ്പറമ്പ് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ട്രസ്റ്റിൻ്റെ. അപ്പം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
നമ്മുടെ ഈ ക്ഷേത്രം, ഈ ഗോപൻ സ്വാമി സ്ഥാപിച്ച ഈ ക്ഷേത്രം ഷഡാധാര പ്രതിഷ്ഠയാണ്. അത് ആ, നമ്മുടെ അതിൻ്റെ ചുറ്റും ഇടനാഴിയോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ശിൽ ആ, ശിലാസ്ഥാപനം നടത്തിയിട്ടുള്ളത്. വളരെ വലിയ കണക്കുകൾ, വളരെ വലിയ കണക്കുകളോടുകൂടിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളും ക്ഷേത്രവും നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഷഡാധാര പ്രകാരമാണ് അവിടെ ഒരു നമസ്കാര മണ്ഡപം പണിഞ്ഞിട്ടുള്ളത്. അതായത് ഷഡാധാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഭൂമിക്കടിയിലെ ജലസ്രോതസ് കണ്ടെത്തി അതിൽ നിന്നും കാര്യം ഈ ചെമ്പ് പൈപ്പ് മുകളിലോട്ട് കൊടുത്ത് ജലം അതിനകത്തൂടെ പ്രവഹിച്ച് മേളിൽ നമസ്കാര മണ്ഡപത്തിൻ്റെ അവിടം വരെ എത്തിച്ച് അങ്ങനെ നമസ്കാര മണ്ഡപം പണിതിരിക്കുകയാണ്. വളരെ വിരളമായ രീതിയിൽ, പലയിടത്തും നമ്മൾ കാണാത്ത രീതിയിൽ വളരെ വിരളമാണ് ഇത്തരത്തിലുള്ള ഒരു നമസ്കാര മണ്ഡപം. പക്ഷേ അതൊന്നും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല അദ്ദേഹത്തിന്. കാരണം സാമ്പത്തികം തന്നെയാണ് അതിൻ്റെ പ്രശ്നം. അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ നാലമ്പലം ചുറ്റുമതിൽ പണിത ആ സമയത്ത് അദ്ദേഹത്തിന് സാമ്പത്തികമായി വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ഇളയ മരുമകളുടെ കെട്ടുതാലി വരെ പണയം വെച്ചും വിറ്റുമൊക്കെയാണ് അത് സാധിച്ചു എന്നാണ് പറയപ്പെടുന്നത്. കുറേയൊക്കെ കാര്യങ്ങൾ എനിക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ ചെയ്തത്. പിന്നെ ഇതിനകത്ത് പ്രധാനമായിട്ടും ഇന്ന് വരെ ആരും പറയാത്ത, അതായത് വീട്ടുകാരോ മക്കളോ കുടുംബക്കാരോ ഭാര്യയോ ആരും തന്നെ പറയാത്തൊരു കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ ചുറ്റുമതിലിൻ്റെ തൊട്ട് ചേർന്ന്, കാര്യം നേരത്തെ ഉണ്ടായിരുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഇതെല്ലാം ഈ വിഗ്രഹങ്ങളെല്ലാം തന്നെ ഒരു ചെറിയ മുറിക്കകത്താണ് അദ്ദേഹം സ്ഥാപിച്ചിരുന്നത്. അപ്പം അതിന് തൊട്ടടുത്തായി ഒരു 7 അടി നീളത്തിൽ 3.5 അടി വീതിയിൽ 10 അടി താഴ്ചയിൽ ഒരു കുഴി ഉണ്ടായിരുന്നു. ഈ കുഴിക്കുള്ളിലാണ് ഇദ്ദേഹം, അവിടെ സിമൻ്റ് ഇട്ട കുഴിയാണ്, ഈ കുഴിക്കുള്ളിലാണ് പടിയുണ്ടായിരുന്നു. ഈ കുഴിക്കുള്ളിലാണ് ഇദ്ദേഹം വിശ്രമിച്ചിരുന്നത്. രാത്രികാലങ്ങളിൽ കിടന്നുറങ്ങുന്നതൊക്കെ ഈ കുഴിക്കുള്ളിലാണ്. ഇന്ന് വരെ ആരും പറയാത്തൊരു രഹസ്യമാണ്. ഇത് ആരെങ്കിലും നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും തെളിയിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്, തെളിയിക്കുകയും ചെയ്യും. അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ ആണ് അദ്ദേഹം ആ കുഴിക്കുള്ളിൽ കിടന്നുറങ്ങിയാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നിർവഹിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഞാനത് പറഞ്ഞു വരാൻ കാരണം അദ്ദേഹത്തിന് ഒരുപാട് അറിവുണ്ടായിരുന്നു എന്നുള്ളത് സ്ഥാപിക്കാനാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, കാര്യം കുറേ കാര്യങ്ങൾ അറിയാവുന്നുള്ളൊരു മനുഷ്യനായിരുന്നു. കുറേയൊക്കെ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ ഇവിടെ നടത്തിയിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് ചൈതന്യത്തിൻ്റെ ഒരിതോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അറിവിൻ്റെ ഒരിതോ എന്തെങ്കിലും ആയിരിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഇങ്ങനെ ഒരു സമാധി, കാര്യം നാട്ടുകാർ പറഞ്ഞത്, ഞാൻ ഉൾപ്പെടെയുള്ള നാട്ടുകാർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത്രയും കാര്യം വിവരമുള്ളൊരു മനുഷ്യൻ, കാര്യം ഒരുപാട് കഷ്ടതകളും ദുരിതങ്ങളും അനുഭവിച്ചൊരു മനുഷ്യൻ, കാര്യം വളരെ പ്രയാസപ്പെട്ട് ഇത്തരത്തിലൊരു ക്ഷേത്രം പണിഞ്ഞു. അദ്ദേഹത്തിന് കൃത്യമായിട്ടും അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു ഇതിലേക്ക് എത്തിയപ്പോൾ അത് ജനങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ മക്കൾ തയ്യാറായില്ല എന്നുള്ളത് ഇപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. പക്ഷെ അന്ന് എല്ലാവരെയും വിളിച്ചൊന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അച്ഛൻ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം, സമാധിയാവുന്ന സമയത്ത് ആരെയും കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആളുകൾ മാറിപ്പോവും, അവർക്ക് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ നടത്താമായിരുന്നു, ആർക്കും ഒരു സംശയത്തിൻ്റെ നിഴൽ പോലും ഉണ്ടാവുമായിരുന്നില്ല. അതില്ലാതെ വന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം അരങ്ങേറിയത്. പക്ഷേ അതുകൊണ്ട് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത്? കാര്യം ഹിന്ദു സംഘടനകളും നാട്ടുകാരിൽ പലരുമൊക്കെ ഇത് ഏറ്റെടുത്ത് ഇപ്പോൾ ഇതൊരു മഹാക്ഷേത്രമായി മാറുന്നതിനുള്ള സംവിധാനം, അദ്ദേഹത്തിൻ്റെ മഹാസമാധി ആക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായി. അത് മറ്റുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത് വലിയൊരു മഹാക്ഷേത്രമായി മാറുമെന്ന് പലയിടത്തും പറഞ്ഞതായിട്ട് എനിക്കറിവുണ്ട്. ഈ ഇദ്ദേഹം വിശ്രമിക്കാൻ ഉപയോഗിച്ചിരുന്ന ആ ഒരു ഗുഹ എന്ന് തന്നെ പറയാം. അതിന് കാര്യം 10 അടി താഴ്ച ഉണ്ടായിരുന്ന ഒരു നീളത്തിന് എടുത്തുന്ന 7 അടി നീളവും 3.5 അടി വീതിയുമുള്ള ഒരു 10 അടി താഴ്ചയുള്ള ഒരു ഗുഹയായിരുന്നു. അതിലാണ് ഇദ്ദേഹം വിശ്രമിച്ചിരുന്നത്. വീട്ടുകാർക്കും എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷേ ആ ഗുഹ ഇന്ന് മൂടപ്പെട്ട നിലയിലാണ്. അത് മൂടാനുള്ള ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് പ്രധാനമായിട്ടും അത് മൂടാനുള്ള കാര്യം, ഇപ്പം ഞാൻ പോയി നോക്കുമ്പോഴത്തേക്ക് ആ ഗുഹ അവിടെ കാണുന്നില്ല. അത് എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അത് മൂടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ചുറ്റുമതിൽ വന്നത് ഇതിൻ്റെ സൈഡിലാണ്.
അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് ചുറ്റുമതിൽ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ ഗുഹ അവിടെ തെളിച്ചിടുന്നത് ഒരു കരണീയമെല്ലാം തോന്നിയത് കൊണ്ടായിരിക്കണം ഈ ഗുഹ മൂടപ്പെട്ടത്. പിന്നെ അത് മാത്രമല്ല, അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തിന് വീടുമില്ലായിരുന്നു. വീടും രണ്ടാമതാണ് വീട് വന്നത്. അപ്പം വിശ്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ് ഈ ഗുഹ. അപ്പം അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇനി ഇത് ഇത്രയും വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ ക്ഷേത്രം എന്തായാലും മഹാക്ഷേത്രമായി മാറും എന്ന് തന്നെയാണ് ഞങ്ങളിപ്പോൾ ലോകമറിഞ്ഞല്ലോ. ഈ ലോകം അറിഞ്ഞു. നേരത്തെ തന്നെ ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ തന്നെ പലയിടത്തു നിന്നൊക്കെ ഒരുപാട് പേര് വിളിച്ചിങ്ങനെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഒരു മഹാക്ഷേത്രമായി തന്നെ. കാര്യം കണക്കോടുകൂടിയാണ് ഈ ക്ഷേത്രം പണിഞ്ഞിട്ടുള്ളത്. കണക്കിൽ പിഴവില്ല, കണക്കോടുകൂടിയാണ് ക്ഷേത്രം. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്തായാലും ശരി, ഇന്നലെ നാളെ ആയാലും ഇതൊരു മഹാക്ഷേത്രമായി മാറും എന്നുള്ളത് സംശയം.